വൃത്തിയുള്ള വീതി, വൃത്തിയുള്ള ഗ്രാമം, വൃത്തിയാണ് ആരോഗ്യം, സ്വച്ഛതാ ഹി സേവ, സ്വച്ഛതാ ഹി സേവ. വൃത്തിയുള്ള വീതി, വൃത്തിയുള്ള ഗ്രാമം, വൃത്തിയാണ് ആരോഗ്യം, സ്വച്ഛതാ ഹി സേവ, സ്വച്ഛതാ ഹി സേവ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയത് മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്ന ശുചിത്വമുള്ള ഇന്ത്യയെ യാഥാർത്ഥ്യമാക്കുവാനുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമായ സ്വച്ഛതാ ഹി സേവ, സ്വച്ഛത തന്നെയാണ് സേവ എന്ന സന്ദേശം സമൂഹത്തിലെത്തിക്കാനാണ്. ശുചിത്വം നമ്മുടെ ആരോഗ്യം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയുടെയും അഭിമാനത്തിന്റെയും അടിസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് ഈ പരിപാടിയിലൂടെ ഓരോരുത്തരും ശുചിത്വം എന്റെ ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കി പ്രവർത്തനത്തിലൂടെ അത് നടപ്പിലാക്കാൻ നാം ഇവിടെ ഒരുമിച്ചിരിക്കുന്നു. ആകയാൽ നമുക്കൊരുമിച്ച് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ? സ്വച്ഛത സ്വച്ഛത ആരോഗ്യത്തിന് വഴിയാണ്. സ്വച്ഛത സ്വച്ഛത സേവനം തന്നെ രാജ്യത്തിന്. സ്വച്ഛത സ്വച്ഛത ആരോഗ്യത്തിന് വഴിയാണ്. സ്വച്ഛത സ്വച്ഛത സേവനം തന്നെ രാജ്യത്തിന്. അയ്യോ, ഇവിടെ നോക്കൂ, എല്ലായിടത്തും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ചിപ്സിന്റെ കവറുകൾ. ഇതെല്ലാം കണ്ടാൽ തന്നെ അസഹ്യം തോന്നും. അതെ, സ്വച്ഛ് ഭാരത് എന്ന് എല്ലാവരും പറയാറുണ്ട്, പക്ഷെ ആരാണ് നമ്മുടെ ഗ്രാമത്തിൽ ശ്രദ്ധിക്കാറ്? എന്തിനാ ഇവിടേക്ക് വൃത്തിയാക്കുന്നത്? മാലിന്യം ഭൂമി കുറവോ? ഇതാണ് എന്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം അശുദ്ധിയല്ല, ശുചിത്വം പാലിച്ചാൽ മാത്രമേ സന്തോഷവും ആരോഗ്യവും ലഭിക്കൂ. അയ്യോ, എനിക്കൊന്നും സംഭവിക്കില്ലേ? അല്ലെങ്കിലും ഇതൊക്കെ സർക്കാരിന്റെ ജോലിയല്ലേ, അവര് ചെയ്തോടത്തൊക്കെ. മാലിന്യം കുപ്പിയിൽ ഇടാത്തതുകൊണ്ട് നമ്മുടെ കോളനിയിൽ കഴിഞ്ഞ മാസം തന്നെ ഡെങ്കിപ്പനി പടർന്നല്ലോ. വെള്ളക്കെട്ടിൽ കൊതുകുകൾ വളരുന്നു. കുട്ടികൾ വരെ ആശുപത്രിയിലാണ്. നാം എന്ത് ചെയ്യും? എല്ലാവരും മാലിന്യം വേർതിരിച്ച് കളയണം. പച്ച മാലിന്യം കുഴിയിലും പ്ലാസ്റ്റിക് ശേഖര കേന്ദ്രത്തിലേക്കുമാണ്. പച്ചയും വരണ്ടതും വേർതിരിച്ച് പൂമാല പോലെ നാടിനെ അലങ്കരിച്ച് കൊതുകിനും രോഗത്തിനും വിട പറഞ്ഞ് നമ്മുടെ നാടിപ്പുറം ചിരിച്ചു നിൽക്കട്ടെ, നമ്മുടെ നാടിപ്പുറം ചിരിച്ചു നിൽക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ മാലിന്യം വഴി എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നതെന്ന്? സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഇവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്നതും വായു ശ്വസിക്കുന്നതുമെല്ലാം. എന്നാൽ ഇവിടെയെല്ലാം മലിനമാക്കുമ്പോൾ എൻ്റെ ആരോഗ്യം തന്നെയാണ് നഷ്ടമാകുന്നതെന്ന് ഞാൻ ചിന്തിച്ചേയില്ല. വരൂ കുട്ടികളെ, ഇന്ന് നമുക്ക് ഒക്ടോബർ 2-ാം തീയതി പ്രമാണിച്ച് നമുക്ക് നമ്മുടെ നാടിനെ ക്ലീൻ ചെയ്യാം. വൃത്തിയുള്ള സ്ഥലം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാടും പരിസരവും എന്നും വൃത്തിയായിരിക്കണം. അല്ലാത്ത പക്ഷം കുറേ രോഗങ്ങൾ പടരുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നമ്മൾ എല്ലാവരും ഇത് ശുചിയായി നോക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിന്ന് വൃത്തിയാക്കാം. വൃത്തിയാണ് ആരോഗ്യം, വൃത്തിയാണ് ശക്തി. സ്വച്ഛത പാലിച്ചാൽ രാജ്യം നേടും മഹത്വം, രാജ്യം നേടും മഹത്വം. സുഹൃത്തുക്കളെ, മലിനമായ വഴികളും പ്ലാസ്റ്റിക് നിറഞ്ഞ നദിയും കൊതുകും രോഗവുമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്വച്ഛത ആരോഗ്യത്തിന്റെ വഴിയാണ്. അതിന് നാം ചെയ്യേണ്ടത് മാലിന്യം എപ്പോഴും കുപ്പയിലിടുക, പ്ലാസ്റ്റിക് കുറയ്ക്കുക, പൊതുസ്ഥലങ്ങളിൽ വൃത്തിയാക്കൽ പങ്കുവയ്ക്കുക, കുട്ടികൾ പറഞ്ഞതുപോലെ സ്വയം മാതൃക കാണിക്കുക. നമ്മൾ റോഡിൽ മാലിന്യം എറിയണോ? വേണ്ടേ വേണ്ട. നമ്മൾ തന്നെ മാലിന്യം ശേഖരിക്കാതെ മറ്റൊരാൾ വൃത്തിയാക്കട്ടെ എന്ന് കരുതണോ? വേണ്ടേ വേണ്ട. കൊതുകുകൾ വളരാൻ ഇടവരുത്തുന്ന വെള്ളക്കെട്ട് നാം ഉണ്ടാക്കേണ്ടതുണ്ടോ? വേണ്ടേ വേണ്ട. നമ്മുടെ ഗ്രാമം, നമ്മുടെ ദേശം വൃത്തിയോടെ ജീവിക്കാം, വൃത്തിയോടെ ജീവിക്കാം. നമ്മുടെ ഗ്രാമം, നമ്മുടെ ദേശം വൃത്തിയോടെ ജീവിക്കാം, വൃത്തിയോടെ ജീവിക്കാം. ഞാൻ ഒരിക്കലും
മാലിന്യം മാലിന്യം പൊതുസ്ഥലങ്ങളിൽ എറിയുകയില്ല. പൊതുസ്ഥലങ്ങളിൽ എറിയുകയില്ല. ഞാൻ എന്റെ വീടിനെയും പരിസരത്തെയും നാടിനെയും വൃത്തിയായി സൂക്ഷിക്കും. പ്ലാസ്റ്റിക് കുറച്ചു മാത്രം ഉപയോഗിക്കും. Wherever possible അത് പുനരുപയോഗിക്കും. ഞാൻ എന്റെ സുഹൃത്തുക്കളെയും അയൽക്കാരെയും ശുചിത്വത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തും. വൃത്തിയായ ഇന്ത്യക്കായി എന്റെ പങ്ക് ഞാൻ നിറവേറ്റും. സ്വച്ഛ ഭാരതം നമ്മുടെ അഭിമാനം. ജയ് ഹിന്ദ്.